നമ്മളിത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ നമുക്ക് ഏറ്റവും നല്ല ജോലിയാണ്. ഇവിടുത്തെ ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ജോലിയാണ് ഈ ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഏറ്റവും കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞ ജോലി ഇപ്പം ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ചെയ്തു. എനിക്ക് ആ ജോലി കിട്ടിയില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. സ്വന്തം വീട്ടുകാരെ നോക്കണ പോലെ നോക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വന്തം വീട്ടുകാരായിട്ട് കാണരുത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യങ്ങളും പേഴ്സണലായിട്ട്. ഹായ് ഫ്രണ്ട്സ്, അബീസ് വിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാകും ഒരു 3 മാസം മുമ്പ്, അതായത് കെയറോമിൽ എങ്ങനെ ജോബ് എന്നുള്ളതിനെ പറ്റി. അന്നേരം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് DBS എടുക്കാം, അവിടുത്തെ ഷിഫ്റ്റ് ഇന്നതാണ്, അവിടുത്തെ പേയ്മെന്റ് ഇങ്ങനെയാണ്. പക്ഷെ അവിടുത്തെ ഒരു ഡേ ഇൻ എ ലൈഫ് നമ്മൾ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അന്ന് അതിനെ പറ്റി ഒരാളെ കിട്ടിയിട്ടില്ലായിരുന്നു കെയറോമിൽ വർക്ക് ചെയ്യണം. ഇന്നപ്പം എൻ്റെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ടിനെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, എൻ്റെ പേര് ഡിക്സൺ. ഞാനൊരു വർഷമായി ഇപ്പോൾ UK വന്നിട്ട്. ഞാൻ ഒരു 6 മാസം വെയർ ഹൗസിലാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് സ്റ്റുഡൻ്റ് ആണ്. ഞാനും വൈഫും മോളും ഇവിടെ അബീസിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. നാട്ടിൽ എറണാകുളത്താണ്. നാട്ടിൽ ചെറായി എന്ന് പറയും, ചെറായി. ഓക്കെ, അപ്പോൾ ഡിക്സൺ, എങ്ങനെയാണ് നിങ്ങളുടെ കെയറോമിലെ ഒരു ലൈഫ് എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ എനിക്ക് 8 to 8 ആണ് ഷിഫ്റ്റ്. മോർണിംഗ് 8 തുടങ്ങി ഈവനിങ് 8 വരെ ഷിഫ്റ്റ്. ഇപ്പോൾ നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്കൊരു 15 മിനിറ്റ്സ് മുമ്പ് പോയാൽ മതി. ഇവിടെ വണ്ടി ഉള്ളതുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് നമ്മൾ 7:50-55 പഞ്ച് ചെയ്ത് കയറുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് നമ്മുടെ നഴ്സിംഗ് ഹെഡ് റൂമിലോട്ട് ചെല്ലണം. നമ്മൾ അവിടുത്തെ നഴ്സിംഗ് റൂമിലോട്ട് ചെല്ലുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കഴിയുന്ന ഹെഡ് നേഴ്സും സ്റ്റാഫ്സും അവിടെ ഉണ്ടാവും. അപ്പോൾ അവർ നമ്മളെ ഹാൻഡ് ഓവർ ചെയ്യും എല്ലാ കാര്യങ്ങളും. നൈറ്റ് എന്തൊക്കെ സംഭവിച്ചു, ഇന്നലെ റെസിഡൻസ് എന്തെങ്കിലും വേറെ കൂടുതലായി വരുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വോമിറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ അവർ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 8:10-8:15 ആകുമ്പോൾ നമുക്ക് ഹാൻഡ് ഓവർ കിട്ടും. ഹാൻഡ് ഓവർ കിട്ടുമ്പോൾ ഞങ്ങളുടെ കെയർ ഹോമിൽ 65 റെസിഡൻസ് ആണുള്ളത്. നമ്മളെപ്പോൾ ചെന്നാലും നമുക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് തരും. ചിലപ്പോൾ താഴത്തായിരിക്കും മുകളിലായിരിക്കും. എവിടെയാണെങ്കിലും നമ്മൾക്കൊരു ടീം ലീഡർ എപ്പോഴും ഉണ്ടാവും. പിന്നെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു കോവർക്കറും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല അവിടുത്തെ ജോബ്സ് ചെയ്യുന്നത്. അവിടെ റെസിഡൻസ് നമുക്ക് നോക്കാനായിട്ട് തരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ള പേരുകൾ കുറേ പേർക്കുണ്ട്. ഞാൻ എങ്ങനെ ഇത് ചെയ്യും, ഞാനിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എനിക്ക് ഒറ്റയ്ക്ക് ഒരാളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയൊന്നുമില്ല. ശരിക്കും രണ്ടുപേരും ടീം വർക്കാണ്. ശരിക്കും ടീം വർക്ക് സക്സസ് ആയി തന്നെ നമുക്ക് ഈ പണി എളുപ്പമാവും. ഒരു 8:15, 8:10, 8:15 ആകുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അതിനെ ടീം ലീഡർ നമുക്കൊരു 9 പേര് അല്ലെങ്കിൽ ഒരു 10 പേര് അല്ലെങ്കിൽ 10 പേരുടെ മിനിമം ഒരു ലിസ്റ്റ് നമുക്ക് തരും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർക്ക് ഒരു 8:15 തുടങ്ങിയാൽ നമ്മൾ ഈ 9 പേരിൽ ഒരു 4 പേരെ നമ്മൾക്ക് 4-5 പേരെ ബെഡിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ ഹോയിസ്റ്റ് എന്ന് പറഞ്ഞ എക്യുപ്മെന്റ് ഉപയോഗിച്ച് അവരെ ഹോയിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് അവരെ നമ്മൾ വീൽ ചെയറിൽ ഇരുത്തി അവരെ താഴത്ത് എത്തിക്കഴിഞ്ഞ് പിന്നെ ബാലൻസ് ഉള്ള ഒരു 5 പേരുണ്ടാവും. ഒരു 5 പേരെ 4 പേര് ഡിപ്പെൻസ് ഓൺ കിട്ടുന്ന പോലെയാണ്. അപ്പോൾ അതിൽ നമ്മൾ അവർക്ക് 1-to-1 ആയിരിക്കും നമ്മൾ ചെയ്യണം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കറിനും ഒരു 2 പേര് ഞങ്ങൾ തമ്മിൽ തന്നെ ഒരു ടീം അസൈൻ ചെയ്തിട്ട് നിങ്ങൾ അത് 2 ലേഡീസ് ആണെങ്കിൽ ലേഡീസിനെ കൊടുക്കും, ജെൻസ് ആണെങ്കിൽ ജെൻസിനെ ഞങ്ങൾ നോക്കും. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ അവരെയും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് മുടിയെല്ലാം വീരി മുഖമൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവരെ ഇതേമാതിരി ഡൈനിങ് ഏരിയയിൽ കൊണ്ട് നിർത്തണം. ഇതാണ് നമ്മളുടെ മോർണിംഗ് ഉള്ള ഡ്യൂട്ടി. ഇത് കഴിയുമ്പോൾ ഒരു 10 മണിയാവും. 10 മണി മാക്സിമം 10 മണിയാവും. 10 മണിയാകുമ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന എല്ലാവരും നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് ബാക്കിയുള്ളവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലത്തെ ഒരു 3-4 ടീം നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവർ ഇതേമാതിരി ഓരോരുത്തർക്ക് അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 15 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടാവും. ചിലപ്പോൾ അപ്പം തന്നെ തരും 15 മിനിറ്റ് ബ്രേക്ക്. അപ്പോൾ 15 മിനിറ്റ് ബ്രേക്ക് നമ്മൾ എടുത്ത് തിരിച്ചു വരുമ്പോൾ അവർ പറയും ഡൈനിങ് ഏരിയ എല്ലാവരെയും കഴിഞ്ഞിട്ടുണ്ടാവും. കഴിയുമ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ നമ്മൾ ലോഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് ചിലവർ വീൽ ചെയറിൽ തന്നെ, ചിലവർക്ക് നടക്കാൻ പറ്റും. അപ്പോൾ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യുക. ഒറ്റയ്ക്ക് നടന്നു പോകുന്നവരുണ്ടാവും. അപ്പോൾ അവരെല്ലാം കൊണ്ടൊന്ന് ലോഞ്ചിലിരുത്തുക. അതാണ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി. ആ ലോഞ്ചിൽ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ അവരുടെ ഒപ്പം നമ്മൾ കെയർ ഹോമിൽ ഇരിക്കണം. ലോഞ്ചിലിരുന്നിട്ട് നമുക്കൊരു മൊബൈൽ ഉണ്ടാവും. സാധാരണ എല്ലാ കെയർ ഹോംസിലും പേപ്പറിലാണ് വർക്ക് ചെയ്യുന്നത് ഒട്ടുമിക്കത്. നമ്മളുടെ കെയർ ഹോമിൽ ഒരു മൊബൈൽ നമുക്ക് അസൈൻ ചെയ്ത് തരും. രാവിലെ ചെല്ലുമ്പോൾ തന്നെ ഒരു മൊബൈൽ നമ്മളുടെ പേരിൽ അസൈൻ ചെയ്ത് തരും. ആ മൊബൈലിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ റെസിഡൻസിൻ്റെയും അല്ലെങ്കിൽ ആ ഓൾ കെയർ ഹോമിലെ എല്ലാ റെസിഡൻസിൻ്റെയും ഡീറ്റെയിൽസും അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉള്ളതെന്ന്, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഡിമെൻഷൻ ഉള്ളവരാണോ അല്ലെങ്കിൽ അവർക്ക് ഡയബറ്റിക് ആണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉള്ള ഒരു ഫോണായിരിക്കും നമുക്ക് തന്നെ. അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള രാവിലെ ഇപ്പോൾ ഒരു റെസിഡൻറ്റിന് എടുത്തിട്ട് ആ റെസിഡൻറ്റിന് നമ്മൾ എന്തെല്ലാം ചെയ്തു, മോർണിംഗ് തന്നെ ഫാറ്റ് ചെക്ക് ചെയ്തു, ഡ്രസ് ചേഞ്ച് ചെയ്തു, അവരുടെ റൂം ക്ലീൻ ആക്കി, വിൻഡോ ഓപ്പൺ ആക്കി, അവരുടെ റൂം ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അത് നമുക്ക് കഴിഞ്ഞവിടെ നമുക്ക് ഇരുന്ന് തന്നെ ചെയ്യാം. വേറെ ഹൗസിൽ പോലെ നിന്നുള്ള പണികളൊന്നും അവിടെ ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇരുന്നുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു 1.5 മണിക്കൂർ, ഒരു 11:45 പിന്നെ അവരുടെ ലഞ്ച് ടൈം ആവും. ലഞ്ച് ടൈം വീണ്ടും ഇവിടെ നിന്ന് ഈ പറഞ്ഞ എല്ലാവരെയും നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ട് നമ്മൾ കൊണ്ടുപോകണം. അപ്പോഴും നമ്മളൊരു 6 പേരടങ്ങുന്ന ടീമായിരിക്കും. ഞാനും എൻ്റെ കോവർക്കറും അതുപോലെ തന്നെ 3-4 പേര് വേറെ ടീമുകളുണ്ടാവും. എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ അവിടെ എത്തിക്കുന്നു. ഫുഡ് ലഞ്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ
നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ തന്നെയാണ് അവരും കഴിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ഫുഡാണ് അവർക്ക് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ നാട്ടിൽ കിട്ടുന്ന ബീഫും എല്ലാം ഇവിടെ കിട്ടുന്ന എല്ലാവർക്കും അറിയാം, ബീസിനാലും എല്ലാവർക്കും അറിയാം അവിടുത്തെ ബീഫ് നമ്മൾക്ക് കിട്ടുന്നത് നമുക്ക് ആ നാട്ടിലൊരു ഫ്രഷ്നെസ് ടേസ്റ്റ് വരും. പക്ഷെ ഇതെല്ലാം ഫ്രഷ് സാധനങ്ങളാണ്. പിന്നെ ഫിഷ്, അങ്ങനെ ഓരോ ദിവസത്തെ മെനു തന്നെ അവർ ഓൾറെഡി അവിടെ 7 ദിവസത്തെ മെനു ഓൾറെഡി ഡൈനിങ് ടേബിളുമ്പോൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന ദിവസം എന്താണ് ഫുഡ്, അപ്പോൾ ഓരോ ട്രോളിയിലും, അതായത് ഫുഡ് കൊണ്ടുവന്ന ട്രോളിയിലും ഒരു ബ്രോഷർ ഉണ്ടാവും ഫുള്ള്. ഈ ബ്രോഷറിൽ ആ ബിൽഡിങ്ങിലുള്ള എല്ലാ റെസിഡൻസിന്റെയും മെനു, അതായത് അവർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു പേപ്പർ ഉണ്ടാവും. അത് നോക്കിയാണ് നമ്മൾ ഫുഡ് അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എപ്പോഴും ടീം ലീഡർ നമ്മുടെ കൂടെ, ടീം ലീഡറാണ് ഇതെല്ലാം ചെയ്യുന്നത്. ടീം ലീഡറുടെ ഡ്യൂട്ടിയാണ് അതെല്ലാം. പിന്നെ ഹെഡ് നേഴ്സും ഉണ്ടാവും. അവർ രണ്ടുപേരും കൂടി നമുക്ക് ഫുഡ് തരുന്നു, നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഓൾമോസ്റ്റ് സ്വന്തമായിട്ട് കഴിക്കുന്നവർ ഒത്തിരിയാണ്. അപ്പോൾ അവർ സ്വന്തമായിട്ട് കഴിക്കും. കൈ പൊക്കാൻ പറ്റാത്ത, കഴിക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ ചിലപ്പോൾ റെഫ്യൂസ് ചെയ്യും. കാരണം അവർക്ക് ഓർമ്മയില്ല. ഡിമെൻഷ്യ ഉള്ള റെസിഡൻസ് ആണ് പലരും. അപ്പോൾ നമ്മളത് അവരെ സ്നേഹത്തിൽ, നമ്മുടെ സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ സ്വന്തം അപ്പനും അമ്മനെ പോലെ നമ്മളവരെ കെയർ ചെയ്ത് അവർ കൊടുക്കുമ്പോൾ അവർ കഴിക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും മെഡിസിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ഹെഡ് നേഴ്സ് നമ്മൾ കൊണ്ടുവന്ന മെഡിസിൻ തരും. ഇപ്പോൾ ഇന്ന റെസിഡൻറ്റിന് ഒരു 3 മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ നമ്മൾ ഈ ഫുഡിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ട് അവർ കണ്ടാലും നമ്മൾ അതിനെപ്പറ്റി വറീഡ് ആവണ്ട. കാരണം അവർക്കത് എന്താണെന്ന് 1 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മിനിറ്റ് അവർക്കത് മെഡിസിൻ ആണെന്നുള്ള ചിന്താഗതി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അവരത് മറന്നു. അവർക്കറിയില്ല. നമ്മളത് കൊടുക്കുന്നു, അവരത് കഴിക്കുന്നു. അപ്പോൾ ഒരു 1 മണി 1:15 നമുക്കും ലഞ്ചെല്ലാം കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ അവരെ ലോഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതും ടീം ലീഡർ നമ്മൾ പറയും ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ലോഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്തോളാം പറയും. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അവിടെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കേണ്ട എക്യുപ്മെൻറ്റ്സ് എടുത്ത് അവരെ ചെയറിലിരുത്തി എല്ലാം കാര്യം ചെയ്ത് ഒരു 2 മണി 1:45 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് 2 മണിക്കുള്ളിൽ എല്ലാം തീരും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇതുപോലെ തന്നെ ആ നേരത്തെ അതിനുള്ളിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആരെങ്കിലും പാഡ് ചെക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും റൂം നമ്മൾ വിസിറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും റെസിഡൻസിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫോണിൽ അപ്ഡേറ്റ് ചെയ്ത് അവിടെ ഇരിക്കുക. പിന്നെ അവർ അവിടെ ഫോൺ TV വെച്ചിട്ട് ഓരോ പാട്ടുകളും കേട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ നമ്മൾ വർത്താനം പറയാം. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ നോക്കുക എന്നുള്ളതാണ്. അവർ എണീറ്റ് പോകുക. ചില റെസിഡൻസ് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ എണീക്കാതെ അവർക്ക് നടക്കാൻ പറ്റില്ല. ചിലവർക്ക് ഈ ഓർമ്മക്കുറവുള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ എണീക്കാൻ ശ്രമിക്കും. അപ്പോൾ അവരേക്ക് ഇരുത്തുക, നമ്മൾ അവിടെ തന്നെ ഇരിക്കുക, അവരൊപ്പം ഇരിക്കുക. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ആ ഇരിപ്പ് ശരിക്കും പറഞ്ഞ ഒരു 3:45 വരെ നമുക്ക് അവിടെ ഇരിക്കാം. ഉച്ചകഴിഞ്ഞൊരു 3:45. അതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും യൂറിൻ പാസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണമെന്നോ ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് ഹെൽപ്പ് ചെയ്യുക. ചിലപ്പോൾ നമ്മളുടെ ടീമാണെങ്കിൽ നമ്മൾ എടുക്കും, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ എടുക്കും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ ആ ലോഞ്ചിൽ ഒരാളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊറ്റ കഴിഞ്ഞാൽ ആ ലോഞ്ച് വെറുതെ അവിടെ ഇരുന്ന് നോക്കുന്നു അവരെല്ലാവരും ജസ്റ്റ് നോക്കുക. അപ്പോൾ നമ്മളവിടെ നിന്ന് പോകുമ്പോൾ ഒരാളോട് ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ആരും ഇല്ലാതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും എണീറ്റ് നിലത്ത് വീഴുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാൾ നിലത്ത്, കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു റെസിഡൻറ്റ് നിലത്ത് വീണിട്ട് തല പൊട്ടി ബ്ലഡ് വന്നു. പക്ഷെ നമുക്ക് തൊടാൻ പറ്റില്ല. നമ്മൾ നേരെ ചെന്നിട്ട് ഹെഡ് നേഴ്സിനെ വിവരം അറിയിച്ച് ഹെഡ് നേഴ്സ് അപ്പോൾ തന്നെ ആംബുലൻസ് വരുന്നത് വരെ ആ റെസിഡൻറ്റ് നിലത്ത് തന്നെ കിടക്കും. നമുക്ക് തൊടാൻ പറ്റില്ല, ഒരാൾക്കും തൊടാൻ പറ്റില്ല. ആംബുലൻസിൽ അവർ വന്നിട്ട് അവർ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടോ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇത് പുള്ളി അവിടെ ആരും ഇല്ലാണ്ടല്ല എന്തോ മിസ്റ്റേക്ക്. ഞാൻ ഉണ്ടായില്ല ആ സെക്ഷനിൽ, ഞാൻ മുകളിലായിരുന്നു, താഴത്താണ് ഈ സംഭവം നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം അവർ വെച്ചേക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ 4 മണിക്ക് പിന്നെ ചായ സമയമാകുമ്പോൾ നമ്മൾ ഇവരെ ലോഞ്ചിൽ പിന്നെ വീണ്ടും നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഡൈനിങ് ഏരിയയിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ മോർണിംഗിൽ ലഞ്ച് ടൈമിൽ കൊണ്ടുപോകണം. അത്രയും പേരെ നമുക്ക് കൊണ്ടുപോകണം. കാരണം നമുക്ക് ഒരു വൈകുന്നേരം 4 മണി 5 മണി ആകുമ്പോൾ കുറച്ച് പേരെ നമ്മൾ ബെഡിലോട്ട് റിട്ടേൺ കൊണ്ടുപോകും. ഈ നടക്കാൻ പറ്റാത്തവരും ബെഡ് നമ്മൾ ഹോയിസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ബെഡിലോട്ട് കൊണ്ടുവരാൻ ഒട്ടും വയ്യാത്തവർ. അപ്പോൾ അവരൊരു 4-5 പേരെ നമ്മൾ ഡൈനിങ് ഏരിയ കൊണ്ടുപോയിട്ട് അവർക്ക് ചായ എല്ലാം കൊടുത്ത് എല്ലാം കഴിയുമ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ട് എല്ലാവരും ടീ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ലിസ്റ്റ് നമുക്ക് നമ്മുടെ ടീം ലീഡർ തരും. ആ ലിസ്റ്റ് നമുക്ക് ഒരു 3 പേരെ വീണ്ടും നമ്മൾ രാവിലെ എടുത്തവർ തന്നെ ആയിരിക്കും, അതല്ലെങ്കിൽ വേറെ ടീം ചെയ്തവരായിരിക്കും. അവരെ കൊണ്ടുവന്ന് ബെഡിലോട്ട് നമ്മൾ രണ്ടാമത് കൊണ്ടുവന്നിട്ട് ആ ബെഡിലോട്ട് കൊണ്ടുവന്നിടുമ്പോൾ നമുക്ക് അവരുടെ ഡ്രസ്സെല്ലാം ചെയ്ത് നൈറ്റ് ഡ്രസ്സ് ഇടിച്ച് അവരുടെ പാഡെല്ലാം മാറ്റി പുതിയ പാഡ് വെച്ച് അവരുടെ റൂം അവരുടെ പൊസിഷനെല്ലാം സെറ്റ് ചെയ്ത് കർട്ടനെല്ലാം സെറ്റ് ചെയ്ത് റൂം ടെമ്പറേച്ചർ എല്ലാം സെറ്റ് ചെയ്ത് അവരെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരണം. ബാലൻസ് ഉള്ളവർ ഓൾറെഡി നൈറ്റ് ഷാഫ്റ്റാണ് എടുക്കുന്നത്. നമ്മളൊരു 6 മണിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 5:30-6 മണിയാകുമ്പോഴേക്കും ഇത് തീരും നമ്മളുടെ. അതിനിടയിൽ ചിലപ്പോൾ 2 നേരം പാഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കത് ചിലവർ അത് നമുക്ക് നമ്മളുടെ പോലെയാണ് മനുഷ്യന്മാരുള്ള. എപ്പോഴാണ് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരപ്പോൾ നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ ചിലവർ പറയും, ചിലവർ പറയില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ടീം ലീഡർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ചെക്ക് ചെയ്യും. അവർ ഇന്ന ഒരു പ്രശ്നമുള്ള ആളാണ്, അപ്പോൾ ഡിമെൻഷ്യ അവർ മറന്നുകൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ചെക്ക് ചെയ്ത്. ഇതാണ് നമ്മളുടെ ഡ്യൂട്ടി. 5:30 കഴിഞ്ഞാൽ 5:15-5:30 നമ്മുടെ എല്ലാ പരിപാടി കഴിഞ്ഞാൽ അവിടെ വന്നിരുന്നാൽ പിന്നെ 8 മണി വരെ ഈ ലോഞ്ചിൽ വെറുതെ ഇരിക്കുക. പിന്നെ നമുക്ക് ഒരു പണിയില്ല, സത്യം പറഞ്ഞാൽ ഒരു പണിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉച്ചയ്ക്ക് ഒരു 1/2 മണിക്കൂർ ബ്രേക്കും കിട്ടും. പിന്നെ ഈവനിങ് നമുക്ക് എല്ലാം കഴിയുമ്പോൾ പിന്നെ ഒരു 15 മിനിറ്റ് ബ്രേക്ക്, ടോട്ടൽ 1 അവർ ബ്രേക്ക് നമുക്ക് വരുന്നത്.